സൽമാനെ നായകനാക്കി ശ്രീ മാർട്ടിൻ പ്രക്കാട് സംവിധാനം ചെയ്ത ABCD എന്ന ചിത്രം എല്ലാത്തരം പ്രേക്ഷകരെയും ഒരുപോലെ ആകർഷിച്ചുകൊണ്ട് വലിയ വിജയത്തിലേക്ക് നീങ്ങുന്നു. ചിത്രത്തെക്കുറിച്ച് ഫോറം കേരളത്തോട് സംസാരിക്കുന്നത് സംവിധായകൻ ശ്രീ മാർട്ടിൻ പ്രക്കാട്. നമസ്കാരം മാർട്ടിൻ ചേട്ടാ. നമസ്കാരം. ABCD ഒരു വലിയ വിജയത്തിലേക്ക് നീങ്ങുന്നു, അഭിനന്ദനങ്ങൾ. നന്ദി. അതോടൊപ്പം ഫോറം കേരളത്തിന് താങ്കളോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഷോർട്ട് ഫിലിം കോമ്പറ്റീഷന് ഒരു ജഡ്ജായിട്ട് വരികയും ഞങ്ങളുടെ ചെറിയ കലാസൃഷ്ടികൾ വിലയിരുത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ വിജയികളിൽ ഒരാളായ മറാട്ടിന് ABCD എന്ന ചിത്രത്തിൽ കുറച്ച് ദിവസങ്ങൾ സഹകരിക്കാനുള്ള അവസരവും താങ്കൾ നൽകി. അതിനുള്ള നന്ദി ഫോറം കേരളത്തിന്റെ പേരിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും മറാഠി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ, അവന്റെ ഷോർട്ട് ഫിലിം ഞാൻ കണ്ടിരുന്നു. അവന് അവസരം കൊടുക്കാനുള്ളത് എന്തായാലും നമ്മൾ തമ്മിലുള്ള നേരത്തെയുള്ള ചർച്ചകൾ തീരുമാനിച്ചതാണ്. എന്തായാലും മറാഠിന് കൂടുതൽ സിനിമകളും സിനിമയിലേക്കുള്ള നല്ലൊരു ഭാവി ഞാൻ ആശംസിക്കുന്നു. ABCDയുടെ വിജയത്തെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങൾ എങ്ങനെയുള്ളതാണ്? പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ആഴ്ച ദുബൈയിലെ പടം റിലീസ് ചെയ്തു. ദുബൈയിൽ നിന്ന് ശരിക്കും എന്നെ അറിയാത്ത ആൾക്കാർ ദുബൈയിൽ നിന്ന് എന്റെ നമ്പറിലൊക്കെ വിളിച്ചത് ഭയങ്കര എന്റർടൈനറാണ്, ഞങ്ങൾ ഒത്തിരി ഫാമിലിയായിട്ട് കുറെ ചിരിച്ചു എന്ന് പറഞ്ഞ് കുറെ കുടുംബങ്ങളും ഒക്കെ എന്നെ ദുബൈയിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുപോലെ തന്നെ ഈ സിനിമയുടെ വിജയം എന്ന് പറയുന്നത്, ഞാൻ പ്രധാനമായിട്ടും ചെറുപ്പക്കാരാണ് ഈ സിനിമ കാണുക എന്നാണ് നിങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ കേരളത്തില് മൂന്നാമത്തെ കാഴ്ചയായിട്ടും എല്ലാ തിയേറ്ററുകളിലും ബാൽക്കണികളിലൊക്കെ നിറച്ച് കുടുംബങ്ങൾ എത്തുന്നതിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. കുടുംബങ്ങളാണ് ഇപ്പം ഈ സിനിമ കൂടുതലായിട്ട് എൻഗേജിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പുതുമയാർന്ന വിഷയമാണ് ABCD കൈകാര്യം ചെയ്തത്. എങ്ങനെയാണ് ഇത്തരം ഒരു സബ്ജക്റ്റിലേക്ക് എത്തിപ്പെട്ടത്? തീർച്ചയായിട്ടും ഏതൊരു സംവിധായകനും പുതുമ ഉള്ള സബ്ജക്റ്റിന് വേണ്ടിയാണ് എപ്പോഴും ട്രൈ ചെയ്യാറുള്ളത്. ഞാൻ ബെസ്റ്റാക്കിന് ശേഷം 2 കൊല്ലം കാത്തിരുന്നതും പുതിയ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതിനെക്കുറിച്ചാണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ സിനിമയിലേക്ക് എത്തുന്നത്. ഈ ചിത്രത്തിലെ കഥാപാത്രങ്ങൾക്ക് ഏറ്റവും അനുയോജ്യരായിട്ടുള്ള നടീനടന്മാരാണ് എത്തിയത്. ദുൽഖർ സൽമാൻ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ചെറുതും വലുതുമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചവരെല്ലാം തന്നെ വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇത് ചിത്രത്തിന്റെ വിജയത്തിന് എത്രത്തോളം സഹായകമായി? തീർച്ചയായിട്ടും ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതില് ആൾക്കാർ പടം കണ്ടിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന കുടുംബങ്ങൾ ആൾക്കാർ പറഞ്ഞിട്ട് വളരെയധികം തമാശയുടെ ഒരു കോമഡി സിനിമയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ശരിക്കും പ്രധാനപ്പെട്ട മലയാളത്തിലെ കോമഡി നടന്മാരൊന്നും ഇല്ലാതെ തന്നെ ഓൾറെഡി ഈ പടം ലെങ്ത് ആണെന്ന് പറയുന്നുണ്ട്. 2 മണിക്കൂർ 40 മിനിറ്റുള്ള സിനിമ കണ്ട് ചിരിക്കുന്നതിന്റെ കാരണം പുതിയ ആൾക്കാർ പുതിയ രീതിയിൽ കോമഡി ചെയ്യുന്നുണ്ടാണ്. അതാണ് തീർച്ചയായിട്ടും ഈ പടത്തിന്റെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം. ഈ സിനിമയുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന ഒറ്റ കാര്യമാണ്, ഈ സിനിമയിൽ 40ഓളം പുതിയ മുഖങ്ങൾ, പുതുമുഖ നടന്മാരും നടിമാരും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതായിരുന്നു ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ സിനിമ വർക്ക് ചെയ്യുമ്പോഴായിരുന്നു ഏറ്റവും രസകരമായ അനുഭവം. പുതിയ ആൾക്കാരോട് ജോലി ചെയ്യുന്നത് വളരെ വളരെ നമ്മൾ ഭയങ്കര ക്രിയേറ്റീവായിട്ട് ഏത് രീതിയിലും എല്ലാ രീതിയിലും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ. നമ്മുടെ യുവ നടന്മാരിൽ ഏറ്റവും ശ്രദ്ധേയനായി മാറിക്കൊണ്ടിരിക്കുകയാണ് ദുൽഖർ സൽമാൻ. അദ്ദേഹത്തിനെ ഒരു നടൻ എന്ന നിലയിൽ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? എന്റെ വിലയിരുത്തൽ അത് ഈ സിനിമ കാണുമ്പോൾ അറിയാം. ഈ സിനിമയിലെ ദുൽഖർ സൽമാന്റെ പെർഫോമൻസിനെ കാണുന്ന ഏതൊരു പ്രേക്ഷകനും മനസ്സിലാവും അയാൾ എത്രത്തോളം ടാലന്റഡ് ആണെന്നുള്ളത്. എനിക്ക് ദുൽഖറിനെ പണ്ട് മുതലേ പരിചയമുള്ളതാണ്. ആക്ടർ എന്നുള്ള ഒരിക്കലും ഞാൻ ഈ ക്യാരക്ടർ എഴുതുമ്പോൾ എനിക്ക് സംശയമുണ്ടായിരുന്നു ഇത്രയും ഒരു ലൗഡായിട്ടുള്ള പെർഫോമൻസ് ദുൽഖറിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. കാരണം ദുൽഖർ കുറച്ച് വളരെ മിതഭാഷയായിട്ടുള്ള ആളാണ്, വളരെ സ്ലോയിൽ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് ക്യാരക്ടർ മാത്രം ഇയാളിലേക്ക് എത്തുമ്പോൾ എനിക്ക് ഭയങ്കര ഭയം ഉണ്ടായിരുന്നു. അപ്പൊ ദുൽഖറിനും ഉണ്ടായിരുന്നു ആ ഭയം ആദ്യ സമയം. പക്ഷെ ഈ ദുൽഖർ നമ്മുടെ സിനിമയുടെ ഫോട്ടോഷൂട്ടിന് വരികയും അവിടെ വെച്ച് ഇയാൾ ക്യാരക്ടറിന്റെ പെർഫോമൻസ് കാണിക്കാൻ തുടങ്ങിയതായിട്ട് എനിക്ക് ചെയ്തു. അപ്പോഴും എനിക്ക് മനസ്സിലായി ശരിക്കും ഒരു മികച്ച പെർഫോമൻസ് ഇയാളുടെ കയ്യിൽ കിട്ടുന്ന എനിക്ക് പ്രതീക്ഷയായിരുന്നു. സിനിമയിൽ ഉടനീളം ദുൽഖർ വളരെ നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് സിനിമയിൽ. ആ സിനിമ കാണുന്ന പ്രേക്ഷകർക്കെല്ലാം മനസ്സിലാവും ദുൽഖറിന് ഇത്രയും ഒരു എനർജിയോടുകൂടി ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് ദുൽഖറിന്റെ ഏറ്റവും കൂടുതൽ സമർപ്പണം ഉള്ളതുകൊണ്ട് തന്നെയാണ്. അത് ഫുള്ളായിട്ട് ക്യാരക്ടർ വേണ്ടി ശരിക്കും വളരെ പ്രിപ്പയറായിരുന്നു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി. ABCD എന്ന ചിത്രത്തെ കുറിച്ച് പലരും പറയുന്നത് എല്ലാത്തരം പ്രേക്ഷകർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ആദ്യത്തെ ന്യൂ ജനറേഷൻ സിനിമ എന്നാണ്. ഈ ന്യൂ ജനറേഷൻ സിനിമകളുടെ ഈ ഒരു കാലത്ത് ഈ രീതിയിലുള്ള ഒരു പ്രതികരണം ഈ ചിത്രത്തിൽ ലഭിക്കുമ്പോൾ എന്താണ് താങ്കൾക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്?
ന്യൂ ജനറേഷൻ എന്ന വാക്ക് എനിക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷെ ന്യൂ ജനറേഷൻ എന്ന ഗണത്തിൽ കൊടുക്കുന്ന സിനിമകളോട് ആ സിനിമകളുടെ ഗണത്തിലേക്ക് ഈ സിനിമയെ പെടുത്തരുത്. അത് അത്തരം ഒരു സിനിമയല്ല, അങ്ങനത്തെ ഒരു പരീക്ഷണവും അല്ല സിനിമ. ഇത് എല്ലാവർക്കും ഞങ്ങൾ ചെറുപ്പക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ചെയ്യുന്നതിനെ കുറിച്ച് എനിക്ക് താല്പര്യമില്ല. അതിനൊരു ഡിസ്കഷനെ താല്പര്യമില്ല. താങ്കൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ബെസ്റ്റ് ആക്ടർ കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ABCD എന്ന് പറയുന്ന സിനിമ താങ്കൾ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ABCD ഒരു വലിയ വിജയമാവുന്നു. ഇനി ചെയ്യാനുള്ള പ്രൊജക്ടുകളെ കുറിച്ച് ഇപ്പോൾ എന്തെങ്കിലും പറയാൻ സാധിക്കുമോ? ബെസ്റ്റ് ആക്ടർ ഒരു വലിയ വിജയമായപ്പോൾ താങ്കളും ശ്രീ ബിപിൻ ചന്ദ്രനും മമ്മൂട്ടിയെ നായകനാക്കി ഒരു പുതിയ ചിത്രം ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. അത്തരം എന്തെങ്കിലും ചർച്ചകൾ നടക്കുന്നുണ്ടോ? പുതിയ സിനിമയെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ കഴിയുമോ? എന്നെ സംബന്ധിച്ച് ഞാനൊരു ഫുൾ ടൈം ഈ സിനിമയിൽ നിലനിൽക്കുന്ന ആളാണ്. സിനിമയുടെ സൗഹൃദങ്ങളല്ല ഞാൻ ചിന്തിക്കുന്നത്. എനിക്ക് കുറച്ച് അഡ്വർടൈസിംഗ് പരിപാടികളുണ്ട്. അത്തരത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് കംഫർട്ടായിട്ടുള്ള ഒരു കഥയും അതിന്റെ ഒരു ടീമും ഒക്കെ റെഡിയാകുമ്പോൾ നമ്മൾ സിനിമയെ കുറിച്ച് ആലോചിക്കുന്നത്. അല്ലാതെ നമ്മൾ ഫുൾ ടൈം അടുത്ത സിനിമ ഈ സിനിമ കഴിഞ്ഞ അടുത്ത പ്രോജക്റ്റിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. പുതിയ സിനിമയുടെ ചർച്ചകൾ നടക്കുന്നുണ്ട്, പലരായിട്ടും കഥകൾ നിൽക്കുന്നുണ്ട്, ഡിസ്കഷനിലാണ് പല പരിപാടികൾ. ഒന്നും പുറത്തു പറയാറായിട്ടില്ല. അത്രയ്ക്ക് ആ സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല. വളരെയധികം നന്ദി ഫോറം കേരളത്തോട് സംസാരിച്ചതിന്. ABCD വലിയ വിജയമാകട്ടെ. ഇനി വരാനിരിക്കുന്ന താങ്കളുടെ ചലച്ചിത്ര സംരംഭങ്ങൾക്കെല്ലാം വിജയാശംസകൾ നേരുന്നു. ഫോറം കേരളത്തിന് താങ്കളോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കാൻ ആഗ്രഹിക്കുന്നു.